അങ്ങനെ ഇരുന്ന് ഞാൻ തലയിൽ പെയിൻ്റ് അടിച്ചു. കാണാമെന്തെങ്കിലും കോറുമ്പൻ നല്ല കാക്കക്കറുപ്പ് അടിച്ച് വെച്ചിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി വന്ന ഇതില്ലേ, അതിനെ എടുത്തിട്ട് ഞാൻ ഐബ്രോയിൽ 1-2 ലൈക്കണോ ലാഷ് ഇത് വൈറ്റായിട്ട് വരുമായിരുന്നു. അതിനെയും കൂടി ഒന്ന് കറുപ്പിക്കാമെന്ന് വിചാരിച്ചു. ടച്ചപ്സ് ഇവിടെയൊക്കെ എനിക്ക് എൻ്റെ ഒറിജിനൽ കളറാണ് കേട്ടോ, ബ്ലാക്ക്. ഇതുവരെ നരച്ചിട്ടില്ല. മുകളിൽ റൂട്ട്സൊക്കെ ഇപ്പോൾ വരുന്നത് എല്ലാം ഭയങ്കര നര വയസ്സായി കേട്ടോ, വയസ്സായി. സിൽവർ സ്ട്രിങ്സ് എന്താ പറയുന്നത്, യുനോ അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ദറ്റ് കൗണ്ട്സ് അവർ എക്സ്പീരിയൻസ്. സിൽവർ സ്പ്രിങ്സിൻ്റെതേ ഇതൊക്കെയോ ഞാൻ പൊട്ട വിളിച്ച് പറയുന്നുണ്ട്, എനിക്കെന്നെ അറിയില്ല. അപ്പം ഞാൻ പെയിൻ്റ് അടിച്ചു എന്ന് ആണ് പറയാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമല്ല. എനിക്ക് എൻ്റെ കിച്ചണിൽ വർക്ക് തുടങ്ങണം. രാവിലെ ഒന്നും കുളിക്കാൻ പറ്റിയില്ല. അപ്പം ഇത് തുടങ്ങിയിട്ട് പെയിൻ്റ് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഫുഡൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് ഇത് വാഷ് ചെയ്യാമെന്നുള്ള സമയമാവും. ഞാൻ എല്ലാം മുടിയും കൂടി ഒതുക്കിയിട്ട് ഒരു ബാൻഡ് ഇട്ട് വെച്ചു ബാക്കിൽ, കൊതിട്ടില്ല. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറ് വിശന്ന് കത്തി തുടങ്ങും. അപ്പോൾ ഓൾറെഡി 11 o'clock ആയി ടൈം. ഇതുവരെ ഞാൻ ഒന്നും ചെയ്തില്ല, രാവിലെ ദോശ ഉണ്ടാക്കി കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ റൈസ്, പിന്നെ എൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറി, പിന്നെ രസം വയ്ക്കും, തക്കാളി രസം. അപ്പം ഇന്ന് ഞാൻ റെസിപ്പി കാണിക്കുന്നത് തക്കാളി രസത്തിൻ്റെ ആയിരിക്കും. ബാക്കിയെല്ലാം സാധാരണ ചിക്കൻ കറിയും ലൈക്കണം. റൈസ് എന്താ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിപ്പോൾ കുക്ക് ചെയ്ത് കിട്ടും. ഒരു അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം കഴുകിയിട്ട്. അപ്പം ഈ റെസിപ്പീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാനിനി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചിക്കൻ കറിയും റൈസും ആയിട്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് തക്കാളി രസമാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പഴയ എൻ്റെ പിടിപോയ ഒരു പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, സ്ഥിരം യൂസ് ചെയ്യുന്നത്. ഈ പാത്രത്തിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ദിസ് തക്കാളി, ഹോൾ തക്കാളി, ഈ ടമറൻഡ്, ഈ രണ്ടും കൂടി ഈ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൈ കൊണ്ട്, ഇത് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ രസത്തിന്. കൈ കൊണ്ട് പതുക്കെ ഇതുപോലെ ഇങ്ങനെ ഞവിടിയിടണം. അപ്പം മാക്സിമം നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പൾപ്പൊക്കെ ഇല്ല, അങ്ങനെ പെട്ടെന്ന് ഇറങ്ങും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കട്ട് പീസസ് ആയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഏതാണ്ട് ഈ കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആവശ്യം കഴിഞ്ഞതൊക്കെ ആദ്യം ഒന്ന് മാറ്റി വെച്ചേക്കാം. ടെമറൈൻഡ്, തക്കാളിയുടെ ആവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഇടിക്കേണ്ട സാധനങ്ങൾ. ഇതിൽ ജീരകം, വേണ്ട സാധനങ്ങളൊക്കെ ആദ്യമേ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജീരകം ഇടിക്കുന്നതിന് മുമ്പ്, ചതയ്ക്കുന്നതിന് മുമ്പ് ജീരകം 1 സ്പൂൺ എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം കുരുമുളക് പൊടി, പിന്നെ കായം, ഉപ്പ് ആവശ്യത്തിന് വേണം, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും ഇതൊന്നും ഇല്ലെങ്കിൽ രസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചതയ്ക്കുന്നതിൻ്റെ ജീരകത്തിൻ്റെ കൂട്ടത്തിൽ ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി അതിൽ ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, അതായത് 2 തക്കാളി എടുത്തിരിക്കുന്നത്. അത് ഒന്നും കൂടി എണ്ണയിലായിട്ട്, അതായത് നെയ്യിലായിട്ട് ഒന്ന് കടുവറുക്കുന്നതിൻ്റെ സമയത്ത് അതും കൂടി എടുത്തിടുകയാണ് ചെയ്യുന്നത്. എളുപ്പമാണ് കേട്ടോ തക്കാളി രസം ഉണ്ടാക്കാനായിട്ട്. ആദ്യം 1 സ്പൂൺ ജീരകം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ കുരുമുളക് പൊടിയുടെ കൂട്ടത്തിൽ കൂടി, കുരുമുളക് നമുക്ക് നാട്ടിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് യൂസ് ചെയ്യുക. എനിക്കിപ്പോൾ ഇത് ക്രഷ്ഡ് പൗഡർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതാണ് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന്, ആ ജീരകം ഭയങ്കരമായിട്ടൊന്നും ചതയണ്ട, ഭയങ്കരമായിട്ട് പൊടിയാവേണ്ട ആവശ്യമില്ല. ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്ത് കിട്ടണം. ജീരകത്തിൻ്റെ മണ്ടയിൽ കൂടെ ഒരു കല്ലിങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് ചതഞ്ഞ് ഇതായിട്ട് കിട്ടുമല്ലോ. ആ ഫ്ലേവേഴ്സ് തന്നെ അങ്ങ് റിലീസ് ചെയ്യും. ജീരകം, കുരുമുളക്. രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ 3 സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ തക്കാളി രസം എന്ന് പറയുമ്പോഴത്തേക്ക് തക്കാളിയിൽ നിന്ന് എടുത്തിടും, പുളി രസമാണെങ്കിൽ പുളിയിൽ നിന്ന് ഇടും. ഇതൊക്കെ പാത്രം ഇതാവുന്നുണ്ട്. ഇതിൽ ഞാൻ കടുക് വറുക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ചെയ്ത് വെച്ചു. ഇനി അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളക്, എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക്, കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ.
നോ ഉള്ളി, കരിവേപ്പില, വറ്റൽമുളക് രണ്ടും കൂടി ഇട്ടു. ഒന്നാകുമ്പോഴത്തേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊന്ന് ഏതാണ്ട് ചെറുതായിട്ടൊന്ന് ഇതായപ്പോഴത്തേക്ക് സോട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഞാൻ ആ പൊടിച്ച കുരുമുളക് പൊടി, ജീരകം, പിന്നെ വെളുത്തുള്ളി, അത് മൂന്നും കൂടി ഇട്ട് കൊടുത്തു. ഫുള്ളൊന്ന് തട്ടിക്കൊടുത്തു. ഇതിൽ കായപ്പൊടി, പിന്നെ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിടാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ട സാധനങ്ങൾ മല്ലിയില ആദ്യം ആ തണ്ടൊക്കെ ഇട്ട് കൊടുക്കുക, പിന്നെ ഇല അവസാനം ഇടാം. നമുക്ക് വാങ്ങി വെക്കുന്ന സമയമാകുമ്പോൾ ഒരു തിളയൊക്കെ വന്നതിന് ശേഷം ഇല ഇട്ട് കൊടുക്കുക. എളുപ്പമാണ് കേട്ടോ തക്കാളി രസം. നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് ടേസ്റ്റ് ഒന്ന് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര 1 സ്പൂണ് അത് അത്യാവശ്യമാണ്, ഇടാൻ മറക്കരുത്. കാരണം രസത്തിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷുഗറിൻ്റെ ഒരു ചെറിയ സ്പൂണിൻ്റെ അളവ് വേണം. അപ്പം നമ്മുടെ ഇന്നത്തെ കിച്ചൺ പരിപാടി എല്ലാം തീർന്നു ഇതോടെ. ഇനി പോയിട്ട് ഫ്രഷായിട്ട് ഇട്ടിരിക്കുന്ന മേക്കപ്പ് ഒക്കെ ഒന്ന് തലയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കണം. കാക്കക്കറുപ്പാവുമെന്നോ പേടിപ്പം. എൻ്റെ ഹെയർ വാഷിലേ ഓക്കെ അതവിടെ കിടന്ന് വന്നോട്ടെ. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട്, എല്ലാം നല്ല ആ കായത്തിൻ്റെ ഇതും ജീരകത്തിൻ്റെ എല്ലാത്തിൻ്റെ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. ഇനി വേണ്ടാത്ത സമയങ്ങളൊക്കെ ബാക്ക് ടു ഷെൽഫിൽ പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ ക്രൗഡഡ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല, അതുപോലെ വിമിഷ്ടമായിരിക്കും. രസമൊക്കെ തിളച്ചു കേട്ടോ. ഞാൻ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 1 സ്പൂണ് ശർക്കരയും കൂടി, പൊടിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, അതും കൂടി ഒന്ന് ലേശം ഒന്ന് തൂവി കൊടുക്കാം. സോ നമ്മുടെ തക്കാളി രസത്തിൻ്റെ കുക്കിങ് ഇവിടെ വെച്ച് തീർന്നു. അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നും ചെയ്യാല്ലേ. ഇനി അവനവൻ്റെ ഇഷ്ടമാണ്. ഒന്നും കൂടി കടുക് വറുത്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി നെയ്യിലാണ് ഇതൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നത്. ഇനി വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ചോറ് എടുക്കുക, രസം എടുത്ത് കഴിക്കേണ്ടവർ. ടേസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാം കറക്റ്റാണ് കേട്ടോ. മധുരം ആയിട്ടും അങ്ങനെയൊന്നും അറിയത്തില്ല, കാരണം വെച്ചാൽ ഇതിനകത്ത് ഉപ്പും ആ പുളിപ്പൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഫുഡ് ഓൾറെഡി അവിടെ ആയി. ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്, രസം കൂടി ഉണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആകണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. 12 ആയി ടൈം. പിന്നെ എന്തെങ്കിലും TV കണ്ടുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ വൈകുന്നേരത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വൽ TVയുടെ മുമ്പിൽ തന്നെ ആയിരിക്കും ഇനി എൻ്റെ ഡേ ഒക്കെ ഫുൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. പിന്നെ നാളെ രാവിലെ ആസ് യൂഷ്വൽ നെക്സ്റ്റ് Monday to Friday ഓഫീസ് വർക്ക്.